അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങളില്ല, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കല്ലേ ഇനി എന്ത് കാണിക്കാൻ പോവാ ഇവളെന്നല്ലേ? പക്ഷെ അതൊന്നുമല്ല. അപ്പൊ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഞങ്ങളൊന്ന് പോവാണ്. അപ്പൊ അവിടെ ആലപ്പുഴ ബീച്ചിന്റെ സൗന്ദര്യം എല്ലാവർക്കും ഒന്ന് അറിയണ്ടേ. ഇപ്പം ആലപ്പുഴ ബീച്ചിന്റെ സൗന്ദര്യം കണ്ട ഇഷ്ടംമാതിരി ആൾക്കാർ ഇതിലുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും പോകാത്തവരുണ്ട്. ഇപ്പൊ ഇതിനു മുന്നിന്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അത് നേരത്തെ ഇപ്പൊ കുറെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പം ബീച്ചിൽ ചെന്നിട്ട് ബീച്ചിലോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ ബീച്ചിൽ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും. ബീച്ചിന്റെ വിശേഷങ്ങൾ എന്ത് പറയാനല്ലേ, കടൽ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. എനിക്ക് അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി കൂടുതൽ വാചകം അടിക്കുന്നില്ല. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ലെ. ബീച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ ഇന്ന് ബീച്ചിലൊക്കെ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ മോൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഒരുപാട് നാളായി ബീച്ചിൽ പോയിട്ട് കേട്ടോ. അപ്പൊ ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവനെ അങ്ങനെ ഇങ്ങനൊന്നും കിട്ടത്തില്ലല്ലോ. ഒരു ഹൈ പറഞ്ഞ് അങ്ങോട്ട് നോക്കി വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അന്ന് അനിയത്തിയൊക്കെ മക്കളും ഒക്കെ വന്നപ്പോഴത്തേക്കും ബീച്ചിൽ പോയതാണ്. പിന്നെ ഒരുപാട് നാളായി. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇന്ന് പോകാം, ഇന്ന് പെരുന്നാളൊക്കെ ഇല്ല, ഇന്ന് ബീച്ച് ഭയങ്കര ആളായിരിക്കും, നല്ല ആളായിരിക്കും അല്ലെ, നല്ല തിരക്കായിരിക്കും ബീച്ചില്. അപ്പം ബീച്ചിൽ ചെന്നിട്ട് ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ബീച്ച് അടുക്കാറാകുന്നു. കുറച്ചിങ്ങി മുന്നിലോട്ട് വന്നു. ദാ ഇവിടെ ബ്ലോക്കാണ്. ദാ ബ്ലോക്കിൽ ഇപ്പൊ കിടക്കുവാണ്. ബീച്ചിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ദാ ഇവിടെ ഒരു ചെറിയ പാലം പോലുണ്ട്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. വേറെ വഴിക്കൊക്കെ പോകാം കേട്ടോ. പിന്നെ ഈ വഴി എളുപ്പമായതുകൊണ്ട് ഇതിലേ വന്നേ ഉള്ളൂ. ഇതാ ഇവിടെ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതിലേ കാണാൻ മേല കേട്ടോ. ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുന്നത് കാണത്തില്ല. അപ്പുറത്താണ് കേട്ടോ. അല്ല ഇവിടെയാണ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടാണ് അതിൻ്റെ എൻട്രൻസ്. ഈ നമ്മുടെ ഫെസ്റ്റിവൽ ദിവസങ്ങളിലൊക്കെ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇനി വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുവാണ്. അതാ ഞങ്ങൾ ബീച്ചിലെത്തി. ഈ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുവാണ്. എല്ലായിടത്തും ഫുള്ളാട്ടോ, എല്ലായിടത്തും ഫുള്ളാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു സ്ഥലം കിട്ടിയത്. ഇവിടെ ഇടണോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇവിടെ കിടക്കുവാണ്. ഞങ്ങൾ എങ്ങോട്ടിടണം എന്നുള്ളൊരു ആലോചനയിലാണ്. വണ്ടി നമ്മൾ സേഫാക്കി ഇട്ടില്ലെങ്കിൽ തിരിച്ച് വന്ന് വണ്ടി എടുക്കാൻ നേരം വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടത്. എല്ലാം നിറച്ച് വണ്ടിയാണ്. സാധനം ഇവിടെ ഇടാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അപ്പം ഞങ്ങളിവിടെ ഇടാൻ പോവാണ്. ഇതാ മോനെ അവിടോട്ട് ഇടാമല്ലോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങളപ്പോൾ ഇനി അങ്ങോട്ട് ബീച്ചിലേക്ക് പോകുമ്പോഴാണ്. വണ്ടി പാർക്ക് ചെയ്തതിന് ഫീസൊക്കെ ഉണ്ട്. ഫീസ് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകാതെന്ന് വെച്ചിട്ട് നിൽക്കുവാണ്. നല്ല വെയിലാണ് കേട്ടോ. മണി 5:30 കഴിഞ്ഞു. 5:30 കഴിഞ്ഞിട്ട് എന്താ നല്ല വെയിലാണ് കേട്ടോ. അടിപൊളി വെയിലാണ്. എന്നാൽ താമസിച്ചിറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷേ മോൻ പറഞ്ഞ 5 മണിക്ക് നമുക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ 5 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ തല പൊട്ടി ഒരു പരുവായി പോയേന്. ഇപ്പം 5:30 ആയിട്ട് തന്നെ അതായി പരുവാണ്. അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കുവാണ്. ഇത് കടയൊക്കെ ഉണ്ട് കേട്ടോ. കടയിൽ മാങ്ങി നെല്ലിക്ക ഒക്കെ ദാ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ ഞാൻ ആലപ്പുഴ ബീച്ച് നിങ്ങളെ കാണിച്ചാണ്. ഞാനല്ലേ ഇങ്ങനെ വീഡിയോയും പിടിച്ച് നടക്കുന്ന. അച്ഛനും മോനും കൂടെ അതോടെ പോകുന്നു എന്താ. വെയിൽ കൊണ്ടൊരു രക്ഷയില്ലല്ലേ. പക്ഷെ ചൂടില്ലല്ലേ, നല്ല
നല്ല കടക്കായിട്ടിരിക്കുന്നുണ്ടല്ലോ, ചൂടില്ല, നല്ല വെയിലുണ്ട്, സൂപ്പർ വെയിലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. വെള്ളം മണ്ട നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും വെള്ളവും മണ്ണും എല്ലാം കൂടെ കാല് പിടിക്കും. എന്നാലും പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് കാല് നോക്കുമല്ലേ നമ്മൾ, അല്ലേ? അങ്ങോട്ട് വന്നു ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെയിൽ കുറയുന്നിടം വരെ അപ്പുറത്തെ സൈഡിലോട്ട് മാറി നിൽക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു. ഇവിടെ ഭയങ്കര വെയിൽ കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ മേലാത്ത അവസ്ഥ. ബാബുന്നെ നമുക്ക് അവിടെ പോടാ, അവിടെ പോയി അവിടെ ഇച്ചിരി തണലുണ്ട്, അപ്പം അവിടെ പോയി നമുക്ക് ഇരിക്കാം. വരാം, ഇച്ചിരി വെയിലൊന്ന് താന്നു കഴിയുമ്പോൾ വരാം. ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നു ഒരു ബജ്ജിയൊക്കെ വാങ്ങിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുക. വെയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക കേട്ടോ. വെയിൽ പോയി കഴിയുമ്പം ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുളക് ബജ്ജിയൊക്കെ വാങ്ങിച്ചിവിടെ ഇരിക്കുക. ഇഷ്ടംമാതിരി ആളുണ്ട്. ബക്രീദല്ലേ, അതുകൊണ്ട് ഇഷ്ടംമാതിരി ആളുണ്ട് ബീച്ചിൽ. കണ്ട കടൽപ്പാലമൊക്കെ തകർന്ന് തെരപ്പനായിട്ട് കിടക്കുക. രണ്ടാമത് ഇതെല്ലാം ശരിയാക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. സൂര്യഭഗവാന്റെ താന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും നല്ല അന്തരീക്ഷം അല്ലേ, മഴയൊന്നും പെയ്തൊന്നുമില്ല. ആൾക്കാരൊക്കെ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രകൃതി തന്നെ മാറിയതായിരിക്കും മഴയിൽ നിന്ന്. എത്ര നേരം നിന്നാലും മതിയാകത്തില്ലല്ലേ കടല് കണ്ടുകൊണ്ട്. കടലിനെ കണ്ടാലും കടലിനെ കണ്ടോണ്ടിരിക്കാൻ ആന കണ്ടോണ്ടിരിക്കാൻ. അതെ, നമ്മളങ്ങനെ അങ്ങ് നിന്ന് പോകും കടല് കണ്ട. അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നേനാ ലൈഫ് ഗാർഡ് വന്ന് വിസിൽ അടിക്കുന്നുണ്ട്. നല്ല ആളാ കേട്ടോ. നേരത്തെ പേപ്പറിലൊക്കെ ഇല്ലായിരുന്നോ ഒരു കപ്പൽ കണ്ടിങ്ങനെ കാണാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ അതൊക്കെ ഇപ്പം നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. കണ്ടോ, ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ ബീച്ചിൻ്റെ സൗന്ദര്യം. നല്ല രസമായിട്ട് നല്ല തിരയുമാണ് ബീച്ചിൽ. ചില ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിര ഭയങ്കര കുറവല്ലേ, പക്ഷേ ഇവിടെ നല്ല ഭയങ്കര തിരയാണ് കേട്ടോ. ഇല്ല, കടകളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ആകർഷിക്കാനായിട്ട് ഇത് കണ്ടോ, എന്തോ പറയുന്നത്, കാറ്റാടി എന്നൊക്കെ പറയും നമ്മളല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കത്തില്ലേ, എനിക്ക് വേണം എനിക്ക് വേണം. പണ്ട് നമ്മൾ കൊച്ചായിരുന്നപ്പോഴൊക്കെ ബീച്ചിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അടുത്തുനിന്ന് മാറത്തില്ലായിരുന്നല്ലേ. പിന്നെ മാങ്ങയും നാരങ്ങയും എല്ലാം ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടൊക്കെയുണ്ട്. ഞങ്ങൾ പോവല്ല കേട്ടോ, കാല് കഴിച്ചിട്ട് ഇവിടെ കയറി ഒന്ന് ഇരിക്കാനായിട്ട് ഇങ്ങോട്ട് വരുവാണ്.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും കാല് കഴിച്ചു കേട്ടോ. കാല് കഴിച്ചപ്പോൾ ഞങ്ങളിതാ ഈ സ്റ്റെപ്പേൽ ഇതാ ഇവിടെ ഇങ്ങനെ ഉയ്യോ ദൈവമള. അപ്പം എന്താ ഇവിടെ ഇരുന്നു. നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യേ? ചെക്കന്താ അവനെ കൂട്ടുകാരാരാണ്ട് വിളിച്ചിട്ട് ഫോൺ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ സന്ധ്യ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആയി തുടങ്ങി. എന്നാലും നമ്മൾ ഈ ബീച്ചിൽ നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു 7 മണി കഴിഞ്ഞാലും അങ്ങോട്ട് സന്ധ്യ ആകത്തില്ല. നല്ല വെട്ടമാണ് കേട്ടോ. 6:45 കഴിഞ്ഞു. 6:45 എന്ന് പറഞ്ഞാൽ 6:45 കണ്ട നല്ല വെട്ടമാണ്. പിള്ളേരിങ്ങനെ ബബിൾസൊക്കെ ഇതാ പറപ്പിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കുഞ്ഞി പിള്ളേർ. പിള്ളേർ അങ്ങ് ആഘോഷിക്കുക കേട്ടോ. അവരുടെ സന്തോഷം കണ്ടോ. എന്താ ഒരു ബബിൾസ് എൻ്റെ മുട്ടയിലും വന്നിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് കാല് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ അങ്ങോട്ട് മാറിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ആകാശത്തിൻ്റെ ഭംഗി കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ. മഴക്കാറൊന്നും ഒട്ടുമില്ല, നല്ല ഒരു അന്തരീക്ഷമായിരുന്നു ഇത്. ഇപ്പം മേഘം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്നാ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ്. നല്ല രസമുണ്ടല്ലേ, ആഷ് കളർ, നല്ല ഭംഗിയുണ്ട്. അപ്പം അവിടെ കുറേ പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഇതിനോട്ട് ഇടാനായിട്ട് പറ്റില്ലല്ലോ, നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് അത് ഞാൻ അവിടുത്തെ ആ സൗണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഇവിടെ വന്നു ഞാൻ വോയിസ് കൊടുത്തതാണ്, അല്ലേ നമുക്ക് പണി കിട്ടും. അങ്ങനെ സന്ധ്യയൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ബീച്ചിൽ നിന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് പോവാണ്. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് എടുക്കാനായിട്ട് ഇനി കുറച്ച് പാടാൻ തോന്നുന്നു. നിറച്ച് വണ്ടിയായി. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത്രയും വണ്ടി ഇല്ലായിരുന്നു, ഇപ്പോൾ ഫുള്ള് വണ്ടിയായി. പൊയ്ക്കോ, നടന്നു. ഞങ്ങൾ കാറിനടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. കാറിന് അടുത്തെത്തി. കയറിക്കോ, കയറട്ടെ. അപ്പം ബീച്ചിൽ നിന്ന് ഞങ്ങളിതാ വീട്ടിലോട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടെ കഷ്ടിച്ചുള്ളൂ. അപ്പം എന്താ ഡീസൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.